നമ്മളങ്ങനെ വീണ്ടും മുനിയറ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്ത് നേരെ നെടുങ്കണ്ടം റൂട്ടിലേക്കാണ് യാത്ര ചെയ്ത് പോണേ. ഈ മുനിയറയിൽ നിന്ന് നേരെ യാത്ര ചെയ്ത് നല്ല ടോപ്പിലേക്ക് നല്ല കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ കടന്നു പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിങ്കൽക്കാടാണ്. തിങ്കൽക്കാട്, കാര്യത്തോട്, പൂതാളി, മയിലാടുംപാറ അവിടെ എത്തി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഗംഭീരമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുനിയറ വീഡിയോ ഇട്ടപ്പം തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു, ചേട്ടാ തിങ്കൽക്കാട് കൂടി പോകണം, അതിൻ്റെ ഡ്രോൺ മെഷീൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ കയറ്റമൊക്കെ ഇറങ്ങി ചെറിയൊരു നിരപ്പൊക്കെ കയറി അങ്ങോട്ട് കയറി കഴിയുമ്പോഴല്ലോ പിന്നെ കുത്തനെയുള്ള കയറ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇതിലൂടെ വരുമ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ കയറി പോകുന്നത്. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മിക്സഡ് കൃഷി രീതിയാണെങ്കിലും കുറേ ദൂരം അങ്ങോട്ട് നമ്മൾ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ പിന്നെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കടെ ഒരു സുഖശീതളമായിരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ആ കയറ്റമൊക്കെ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കയറ്റം കയറി ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് തിങ്കൽക്കാട് എന്നാണ്. തിങ്കൽക്കാട് അവിടെ തൊട്ട് അങ്ങോട്ട് ആരംഭിക്കും കേട്ടോ. അപ്പോൾ ഇതിലൂടെ ബസ്സൊക്കെ കയറി പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതുവഴി യാത്ര ചെയ്ത് പോകുമ്പോഴുണ്ടല്ലോ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രണ്ട് വളവാണ്. ഈ കാണുന്ന രണ്ട് വളവ് ശരിക്കും എസ് വളവാണ്. പരിചയമില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ വന്ന് പെട്ടുപോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം 1.5 വർഷം മുമ്പൊക്കെ ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. നമ്മൾ ഈ കടന്ന് പോകുന്ന റോഡിൻ്റെ ഒരു സൈഡ് കാണാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ വേസ്റ്റ് ആളുകൾ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അഗാധമായ ഒരു കുഴി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ പെരിഞ്ചാംകുട്ടി അതുപോലെ മുള്ളരിക്കുടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഗംഭീരമായൊരു കാഴ്ചയല്ലേ. അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ധാരാളം കാഴ്ചകളുണ്ട്. ഈ വേലിക്കെട്ടിൻ്റെ അപ്പുറത്തോടെയാണ് റോഡ് കടന്നു പോകുന്നത് കേട്ടോ. കയറ്റമൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ കൃഷിയിടങ്ങൾ, കുറേ ഗ്രാമങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 ചെറിയ ഗ്രാമങ്ങൾ കണ്ടാണ് നമ്മൾ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് തിങ്കൽക്കാടിൻ്റെ ഒരു പ്രവേശന മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളമായിട്ടുള്ള വീടുകളുണ്ട്. നമ്മളീ പോകുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വഴിയുടെ 2 സൈഡും അഗാധമായ കുഴിയാണ്. അതായത് ഒരു മലയുടെ ഏറ്റവും ടോപ്പിക്കടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ ഇട്ട് ഇതിൻ്റെ വിഷ്വൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചയുടെ മറ്റൊരു ലോകമാണ് സത്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം ഏലക്കാടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ഏലക്കാടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മലയുടെ പൊക്കത്തോടെ നല്ല സ്ട്രെയിറ്റ് വഴി പിടിച്ചുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ശരിക്കും ഈ ഓണമൊക്കെ അടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വഴി സൈഡിലൊക്കെ ധാരാളം പൂക്കളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ച് ശരിക്കും അതൊരു വെറൈറ്റി കാഴ്ചയാണ്. കയറി ചെല്ലുമ്പോൾ നമുക്ക് തിങ്കൽക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിനോടനുബന്ധിച്ച് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് യാത്ര ചെയ്ത് പോകാം കേട്ടോ.
അങ്ങനെ ആ കുത്തനെയുള്ള മലയൊക്കെ കയറി കയറ്റം കയറി കുറേ നല്ല വഴി കൂടെ ഒക്കെ ഓടി വരുമ്പോഴുണ്ടല്ലോ നമുക്കിവിടെ മനോഹരമായ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റുമോ, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തിങ്കൽക്കാട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിങ്കൽക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിലവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഇവിടെ മനോഹരമായ ഒരു ആരൊക്കെ കാണാൻ പറ്റും. ഈ വഴി ഇങ്ങനെ പോകുന്നത് അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് കാര്യത്തോടാണ് കേട്ടോ. പിന്നെ ഇതുവഴി നിങ്ങൾക്ക് രാജാക്കാടിന് പോകാൻ പറ്റും. ഈ മേഖലയൊക്കെ നല്ല ഒരു ചെറിയ അംഗൻവാടിയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ സൈഡിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അത്യാവശ്യം നാരങ്ങ വെള്ളവും ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കടകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഏലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറിൻ്റെ ഒരു കാഴ്ച ഈ മേഖലയിലുണ്ട്. നിങ്ങൾ ഓപ്പോസിറ്റ് കാണുന്ന മലയില്ലേ, ആ മല എന്ന് പറയുന്നത് കരിമല എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇനി ഫുള്ള് ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പ്രവേശിക്കണേ. അപ്പോൾ ഇന്ന് നല്ല ചൂടാണ് വെയിലിനെ. അപ്പോൾ ആ ചൂടൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ഈ കല്ലാർകുട്ടിയിൽ നിന്ന് കമ്പിളികണ്ടം, പാറത്തോട്, മുനിയറ കൂടി എന്തെടുക്കേണ്ട പോകുമ്പോഴേ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാഹനം ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരോ ബ്രിഡ്ജ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നാരോ വഴിയാണ്. ഫുള്ള് റബ്ബറൈസ്ഡാണ്, വളരെ ഇടുങ്ങിയ ചെറിയ വഴിയാണ്. മഴക്കാലങ്ങളിലാണെങ്കിൽ ഇതിലൂടെയൊക്കെ പോകുമ്പോഴല്ലോ കംപ്ലീറ്റ് കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി തലോടി ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ കോടമഞ്ഞൊക്കെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചൂടൊക്കെയുള്ള ആ കനത്ത ചൂടിൽ നിന്ന് ശീതളമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നോക്കിയേ, മരങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഇനി ചെല്ലുന്ന സ്ഥലമാണ് തിങ്കൽക്കാട് എന്ന് പറയുന്ന മെയിൻ കവല. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കടകൾ, സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ധാരാളം നല്ല മനോഹരമായിട്ടുള്ള വീടുകൾ, കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. നമ്മളങ്ങനെ തിങ്കൽക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ കടകൾ നമുക്കിവിടെ ധാരാളം കാണാൻ പറ്റും. പുതിയതും പഴയതുമായ കടകളുടെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരും തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള മേഖലയാണ്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് ഇവിടെയുള്ള കടകളൊക്കെ പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ രാവിലെ അദ്ദേഹം നോക്കിയേ, നല്ല അസാധ്യമായ കാഴ്ചയല്ലേ, പഴയ മോഡൽ തട്ടിക്കേട്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്രാമീണ ഭംഗിയിലെ. ഇപ്പോൾ ഈ തട്ടിയിട്ട കടകൾ നമുക്കങ്ങനെ കാണാനില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഇടുക്കിയുടെ രാജാവ് ജീപ്പ് കിടക്കുന്നു, താറല്ല ജീപ്പ് കിടക്കുന്നു. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ റേഷൻ കടയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെത്തി ഇങ്ങനെ പൂത്ത് ഒലഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ശരിക്കും ഇതൊരു മലയുടെ ടോപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ചെത്തിയൊക്കെ പൂത്ത് ഇങ്ങനെ കണ്ടോ, അടിപൊളിയല്ലേ. അതിനോട് ചേർന്ന് തന്നെ ഓടിട്ട ഒരു പഴയ ബിൽഡിങ്. എന്താ അല്ലേ, നമ്മളങ്ങനെ തിങ്കൽക്കാട് ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെയുള്ള മിക്കവാറും വീടുകളും മറ്റുമൊക്കെ സെറ്റിൽമെൻറ്റ് ഏരിയയാണ് ശരിക്കും. അതായത് ട്രൈബൽസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യണേ. ഇവിടെ അവരുടെ കൂത്തിൻ്റെ സമയത്ത് കൂത്ത കാര്യങ്ങളൊക്കെ ഈ മേഖലയിലൊക്കെ നടക്കും. അവരുടെ ഒരു ചെറിയ അമ്പലമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കയറി ചെല്ലുന്ന ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കയറ്റമൊക്കെ കയറി നമ്മൾ കയറി ചെല്ലുന്നിടത്ത് മനോഹരമായ ഒരു പള്ളിയുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് നിർത്താവേ. നമ്മൾ തിങ്കൽക്കാട് ഗ്രാമം കഴിഞ്ഞ് നമ്മൾ ടോപ്പിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഇത് കേട്ടോ. അത് പള്ളിയുടെ കുരിശുപള്ളിയാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ വഴി സൈഡിൽ തന്നെയാണ് ഇവിടെ നമുക്കൊരു ചർച്ച് കാണാൻ പറ്റുന്നത്. ശരിക്കും സെൻറ്റ് മാത്യൂസ് ചർച്ച് തിങ്കൽക്കാട്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇടുക്കി രൂപതയുടെ ചർച്ചാണ്. അതിന് കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. മനോഹരമായ ഒരു ആംബിയൻസിലെ ഏലത്തോട്ടത്തിൻ്റെ ഒപ്പം നടക്കിയിരിക്കുന്ന ഒരു ചെറിയ കൊച്ചുപള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ മേഖലയിൽ ട്രൈബൽസ് മാത്രമല്ല കേട്ടോ, ധാരാളം തമിഴ് വംശത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളും കൂടി താമസിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇനി നല്ല അടിപൊളിയൊരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ശരിക്കും നല്ല മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഉള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏലത്തോട്ടം അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിലുള്ള വീടുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഏലത്തോട്ടമൊക്കെ
അങ്ങനെ ഈ എരമ്പൊക്കെ ഇറക്കി അങ്ങനെ നിർത്തിയേക്കുവാണ്. പിന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇതുപോലെ ഏലത്തോട്ടമാണ്. ഇനി നമ്മൾ ഇത്ര നേരെ യാത്ര ചെയ്തിരിക്കുന്ന ടെറിട്ടറി എല്ലാം മാറിയിട്ട് വേറൊരു ടെറിട്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്നെ പോലെ മഴക്കാലത്ത് ഇതിലോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഗംഭീര യാത്രയാണ്. ഫുള്ള് കോടമഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞൊക്കെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഒരു വേറൊരു വൈബാണ്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് രാജക്കാടിന് പോകാൻ പറ്റും. നിങ്ങൾ വട്ടക്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ അടുത്ത നാൾ ബസ് അപകടമൊക്കെ ഉണ്ടായ ഒരു സ്ഥലം. അപ്പം അങ്ങോട്ട് തിരിഞ്ഞിറങ്ങി പോകുന്ന ഇതുവഴിയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കോളനി കവല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നെടുങ്കണ്ടം, മയിലാടുംപാറ, കുത്തുങ്കൽ, രാജക്കാട് ഇത്ര സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. മയിലാടുംപാറ നേരെയാണ്. അപ്പം ഈ ഒരു ജംഗ്ഷനിൽ ചെറിയൊരു കടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വഴി നിങ്ങളെ കാണിച്ചു തരാവേ. കണ്ടോ, ഈ കാണുന്ന വഴി കൂടെയാണ് കുത്തുങ്കൽ പോകേണ്ടത് കേട്ടോ. നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കൊച്ചു കടയിൽ കയറിയിട്ട് ചെറിയൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ചൂടാണേ. മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കഴിഞ്ഞാൽ ഏതാണ്ട് മെയ് മാസത്തെ ചൂട് അങ്ങോട്ട് വന്നത്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത് യാത്രകൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ കാണുന്നത് ഏല സ്റ്റോറാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് ഇതുണ്ടോ, ഏല സ്റ്റോറിൻ്റെ കാഴ്ചകളാണ്. ബസ് തന്നെ ഉണ്ടോ, നെടുങ്കണ്ടം ബസ് സിമ്പിൾ. ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വരവ് കണ്ടോ, അടിമാലിയാണേ, നെടുങ്കണ്ടം അടിമാലി ബസ്സാണോ. ഈ ഗ്രാമം ശരിക്കും ഒരു തമിഴ് ഗ്രാമമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കൂടുതലും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. അത് ഏലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു നിർമ്മാണത്തിനും ഏലത്തോട്ടത്തിൽ പണിയാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അതുപോലെ ഏലത്തോട്ടം ഉള്ള ആളുകളും ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടുന്ന് നമ്മളിത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു ക്ഷേത്രം നമുക്കവിടെ കാണാൻ പറ്റും. ഈ സൈഡിൽ കണ്ടോ പഴയ മോഡൽ വീടുകൾ, അടിപൊളിയല്ലേ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരു കുരിശുപള്ളി കാണാൻ പറ്റും കാരിത്തോട് ഗ്രാമത്തിൻ്റെ. ശരിക്കും മുമ്പോട്ട് പോകുന്ന നമ്മുടെ മയിലാടുംപാറയാണെങ്കിലും ഇതാണ് കാരിത്തോട് ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ഒരു ചിത്രം കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുവഴി താഴേക്ക് കിടക്കുന്ന വഴിക്കൂടെ പോയാൽ നിങ്ങൾ കാരിത്തോട് വാട്ടർഫാൾസിലൊക്കെ പോകാൻ പറ്റും. ഇവിടെ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ധാരാളം ആളുകളുള്ള ഒരു മേഖലയാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളും സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ അമ്പലം എന്ന് പറഞ്ഞ് കയറി ചെന്നത് ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ്. എൻ്റെ പൊന്നെ, ഇല്ല പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തീർന്നേനെ. അപ്പം നമ്മൾ നേരെ മയിലാടുംപാറ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബൊലോറോയുടെ ഒരു കാഴ്ച അല്ലേ, ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കാഴ്ച അടിപൊളിയല്ലേ. ഞാൻ കുറേ നേരം അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഏലത്തോട്ടമുള്ള മേഖലയിലേക്കാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. അങ്ങനെ രാജക്കാട് ചെമ്മണ്ണാർ എനിക്ക് ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, പൊത്തക്കള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ വലിയ സംഭവമൊന്നുമില്ല, ചെറിയ ഒരു ബംഗ്ലാവ് ഈ സൈഡിൽ ഉണ്ടോ. ഇവിടെ ഒരു ചെറിയ ബംഗ്ലാവ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫൈനലി കൂട്ടുകാരെ, നമ്മുടെ മുനിയറയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് മയിലാടുംപാറ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ ഒരു കയറ്റം കയറി ചെന്നാൽ പിന്നെ നമ്മൾ മയിലാടുംപാറ എന്ന് പറയുന്ന ആ മനോഹര ഗ്രാമത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് കേട്ടോ. അപ്പം ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര, നല്ല തണുത്ത കാറ്റും ശീതളമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും ഒക്കെ ഏറ്റ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എനിക്കിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നീലാകാശത്തിൻ്റെ താഴെ ആ പച്ചപ്പുള്ള ആ മേഖലയ്ക്കടെ നമ്മൾ അതിൻ്റെ താഴേക്കടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒരു കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്ന് ചാടുന്നത്
ശരിക്കും നമ്മുടെ നെടുങ്കണ്ടം ഉടുമ്പൻചോല റൂട്ടിലേക്കാണ്. എന്ന് വെച്ചാൽ കുമളി പൂപ്പാറ മൂന്നാർ റൂട്ടിലേക്കാണ് നമ്മൾ ഇവിടെ യോജിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലമാണ് നമ്മുടെ മയിലാടുംപാറ. യെസ്, ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നാർ, ഉടുമ്പൻചോല, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുമളി, നെടുങ്കണ്ടം, പുളിയമലയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ മൂന്നാർ, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, പുളിയമല, കുമളി റൂട്ടിലേക്കാണ് വന്ന് ചാടിയിരിക്കുന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉടുമ്പൻചോലയാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് ഈ കാണുന്ന ചെറിയ ജംഗ്ഷനാണ് മയിലാടുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മേഖലയിൽ സ്പൈസസ് ബോർഡിൻ്റെ ഒരു വെയിറ്റ് ഷെഡ് കാണാം. ഈ സ്പൈസസ് ബോർഡിൻ്റെ വെയിറ്റ് ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന മേഖലയിലെ ഇത് ഏലം ഗവേഷണ കേന്ദ്രമാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു കവലയിൽ നമുക്ക് ധാരാളം കടകൾ, അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാഴ്ചകൾ, ചെറിയൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. കാഴ്ചകൾ അടിപൊളിയില്ലായിരുന്നു. നമ്മൾ മുനിയറ തൊട്ട് തിങ്ങൾക്കാട് കൂടി കാര്യത്തോടു കൂടി പൊത്തക്കള്ളി കൂടി നേരെ മയിലാടുംപാറയിലെത്തിയിരിക്കുകയാണ്. മനോഹരമായിരിക്കുന്ന നല്ല ദൃശ്യ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സാധിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അപ്പോൾ കൂടെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും goodbye.